ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസുമായി സംസാരിച്ച ആദിൽ പാലോട് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അതിൽ ഒരു നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് അടക്കം കാര്യങ്ങൾ നീങ്ങും എന്നൊരു വ്യക്തമായ സൂചന അദ്ദേഹം നൽകുന്നു. അതായത് ഈ ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയേക്കുമെന്ന സൂചന തന്നെയാണോ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്? എന്താണ് അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് വ്യക്തമാകുന്നത്? സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നില ആകെ തകർന്നിരിക്കുന്നുവെന്ന് തുടർച്ചയായി സി വി ആനന്ദബോസ് ബംഗാൾ ഗവർണർ പ്രതികരിക്കുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ റിപ്പോർട്ടർ ടിവിക്ക് ലഭിച്ച പ്രതികരണത്തിൽ പറയുന്നുണ്ട്, തനിക്ക് തന്നെ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, ഭരണഘടനാപരമായ ചില അവകാശങ്ങളുണ്ട്, അത് താൻ വിനിയോഗിക്കും, രാഷ്ട്രപതിയെ താൻ വിവരങ്ങൾ അറിയിക്കും, ഒപ്പം ആഭ്യന്തര മന്ത്രാലയത്തെയും വിവരങ്ങൾ അറിയിക്കും, അത് തന്റെ ചുമതലയാണ് എന്ന് സി വി ആനന്ദബോസ് പരസ്യമായി തന്നെ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എന്ത് വിവരമാണ് അറിയിക്കുക എന്നതാണ് ആകാംക്ഷ. ഇപ്പോൾ ഡൽഹിയിലുള്ള സി വി ആനന്ദബോസ് രാഷ്ട്രപതിയെ ഇന്ന് കണ്ടേക്കും, ഒപ്പം ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും കാണുമെന്നാണ് വിവരം. അവരോട് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച്, നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും തുടർ തീരുമാനം. രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകുമോ എന്ന ചോദ്യം അപ്പോഴും അന്തരീക്ഷത്തിലുണ്ട്, ചോദ്യമുണ്ട്. സംസ്ഥാനത്തെ ക്രമസമാധാന നില തന്നെ ആകെ തകർന്നിരിക്കുന്ന, പോലീസിനത് കൈകാര്യം ചെയ്യാൻ കഴിയാത്തൊരു സ്ഥിതിയാണ് എന്ന നിലയിലുള്ള പ്രതികരണങ്ങൾ സി വി ആനന്ദബോസ് തന്നെ നേരത്തെ നൽകിയിട്ടുള്ളതാണ്. ഈ തരത്തിലുള്ള റിപ്പോർട്ട് രാഷ്ട്രപതിക്ക് പോയാൽ സ്വാഭാവികമായും അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോകേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ കുറേയധികം നിയന്ത്രണങ്ങളുണ്ട്. ഈ രാഷ്ട്രപതി ഭരണം ഒരു സംസ്ഥാനത്ത് കൊണ്ടുവരുമ്പോൾ വളരെ വേഗം അനായാസം കൊണ്ടുവരാൻ സാധിക്കുന്നൊരു നിയമമോ ഭരണഘടന അനുച്ഛേദമോ അല്ല, മറിച്ച് ചില നിബന്ധനകളും മാനദണ്ഡങ്ങളുമുണ്ട്. ആ മാനദണ്ഡങ്ങൾ പരിശോധിക്കുകയാണ് ഗവർണർ എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു സാധ്യതയിലേക്ക് അതിന്റെ അന്വേഷണം ഗവർണർ തുടങ്ങിയിരിക്കുന്നു. ഇന്ന് അത് സംബന്ധിച്ചുള്ള ചർച്ച ദില്ലിയിൽ നടക്കുകയും ചെയ്യും. അതാണ് ഈ ആനന്ദബോസ് സാറിന്റെ പ്രതികരണത്തിലൂടെ നമ്മൾ കേട്ടത്. വ്യക്തമാണ്. ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്.